ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. എനിക്കിപ്പോൾ 8 month റണ്ണിങ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 8 month റണ്ണിങ് ആണ്. അപ്പോൾ നമ്മൾ 3rd ട്രൈമസ്റ്ററിലേക്ക് കടന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റ്, നമ്മുടെ കുഞ്ഞുവാവ വരാനുള്ള സമയം എന്താ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് കുറേ ചേഞ്ചസ് ഇങ്ങനെ വരും. കുറേ ചേഞ്ചസ് മീൻസ് നമുക്ക് ഫിസിക്കലി കുറേ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മൾ കുറച്ച് ഡൗൺ ആവുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ പോലെ തന്നെയാണ് 3rd ട്രൈമസ്റ്റർ എന്ന് പറയും. കാരണം ക്ഷീണവും പിന്നെന്താ പറയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു ടൈമാണ് 3rd ട്രൈമസ്റ്റർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ ഇനി എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുന്നെയാണ് നമ്മുടെ ഈ ഒരു 8 months സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ചെക്കപ്പിന് പോയത് കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ 8 month സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ഒരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ. അപ്പോൾ ആ ഒരു സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബേബിയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് സെഫലിക് പൊസിഷനിലാണ്. സെഫലിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിയുടെ തല താഴോട്ട് നിൽക്കുന്ന രീതിയിൽ. ഇനി നമ്മുടെ ഡെലിവറി ഡ്യൂ ഡേറ്റ് അടുക്കും തോറും നമ്മുടെ ആ ഒരു ഹെഡ് ഇങ്ങനെ പെൽവിക് ഏരിയയിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് വരികയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ബേബിയുടെ പ്രസൻറ്റേഷൻ പറയുന്നത് സെഫലിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസൻ്റ വരുന്നത് ആൻറ്റീരിയർ പ്ലാസൻ്റയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഡിക്കേറ്റ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെഫലിക് പൊസിഷനിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കോഡിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ റീസെൻ്റ് ആയിട്ട് ഞാൻ 2 weeks കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ 2 weeks കഴിഞ്ഞപ്പോൾ പോയി. കാരണം ടു തായ്ലൻഡ് 2 weeks കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 2 weeks ആയപ്പോൾ തന്നെ പോവുകയാണ് ചെയ്തത്. കാരണം ഏട്ടന് തായ്ലൻഡിലേക്ക് പോകുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇനി ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 weeks ആയപ്പോൾ തന്നെ പോയത് കേട്ടോ. അപ്പോൾ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഡോക്ടറുടെ റൂമിൽ നിന്ന് തന്നെ ജസ്റ്റ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾപ്പിച്ച് തന്നു. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് ഡോക്ടർ ആ ഒരു വലിയൊരു സംഭവം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സെക്ഷൻ ആയിരുന്നു എന്നുള്ളത്. എന്ത് റീസൺ കൊണ്ടാണ് സി സെക്ഷൻ ആയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ റീസൺ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരു റീസൺ വരുമ്പോൾ, അതായത് എൻ്റെ ഡെലിവറി ടൈമിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസൻ്റ ഒട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ആ ഒരു അനസ്തേഷ്യ ജസ്റ്റ് ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഡെലിവറിയിൽ ഡോക്ടറോട് അത് നേരത്തെ കൂട്ടി തന്നെ പറയണം എന്നുള്ള ആ ഒരു വേർഡ് മാത്രം ഞാൻ ഓർത്തിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി വെച്ചുകൊണ്ടാണ് ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസി, അതായത് സെക്കൻഡ് ഡെലിവറി നമുക്ക് നോർമലാക്കാൻ പറ്റില്ല. കാരണം റിസ്ക് ആണ്. ഈ ഒരു ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻസിയിൽ തന്നെ ഇങ്ങനെ പ്ലാസൻ്റ ഒട്ടിയിരിക്കുന്ന ആ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഡെലിവറിയിൽ റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ അതുവരെയും നമ്മൾ നോർമൽ ഡെലിവറി ആണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞൊരു ആ ഒരു പ്രഗ്നൻസിയിൽ അങ്ങനെ ആയിരുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിസ്ക് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് Jan 27 കേട്ടോ. അപ്പോൾ Jan 27 വരെ നമ്മൾ പോകുന്നില്ല. അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് സി സെക്ഷൻ, അതായത് 38th week സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ബേബിയുടെ ഗ്രോത്തും അതൊക്കെ നോക്കിയിട്ട് 38th week നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ 31 week 4 days ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയൊരു ടെൻഷനും ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബേബിയുടെ പൊസിഷൻ ഇപ്പോൾ സെഫലിക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ അടിവയറ്റിലേക്ക് ഭയങ്കര പ്രഷറും അതുപോലെ തന്നെ നമ്മുടെ വജീന ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര കടച്ചിലായിരുന്നെന്ന്. അത് സാധാരണ എനിക്ക് കിടക്കുന്ന സമയത്തായിരുന്നു അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ. പക്ഷെ ഇപ്പോൾ ഒരു ഡേ ഫുള്ളായിട്ട് എനിക്ക് ആ ഒരു പെയിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ബേബി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രഷറാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫോൾസ് കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ നോർമൽ ഡെലിവറി പെയിനിൻ്റെ അല്ല, അതിന് മുന്നേ നമ്മുടെ വയറിങ്ങനെ ഇതാകുമ്പോഴുള്ള ഒരു കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ബാക്ക് പെയിൻ നല്ല രീതിയിലുണ്ട്. പിന്നെ കിതപ്പ്, നമ്മുടെ വയറ് കൂടുതലുള്ളതുകൊണ്ട് ഉള്ളൊരു കിതപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു 8 months സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്ന പ്രോബ്ലംസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴാണ് നമ്മുടെ ഈ ഉരുള കയറുക എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക കേട്ടോ. അപ്പോൾ കാലിൽ ഉരുള കയറുന്ന ആ ഒരു പ്രശ്നം എനിക്കിപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പം എനിക്ക് എണീക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്നൊന്നും, കാരണം ആ ഒരു പെയിൻ കാരണം, വജീനൽ പെയിൻ കാരണം എനിക്കങ്ങനെ പെട്ടെന്നൊന്നും എണീക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കാലുകൊണ്ട്, മറ്റേ കാലുകൊണ്ട് ഇപ്പോൾ ഏത് കാലാണോ വേദന വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാലുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്, പെട്ടെന്ന് എണീക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ മെല്ലെ എണീച്ച് പിന്നെ കാലൊന്ന് നന്നായിട്ട് ഉഴിഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഒന്ന് ശരിയായിട്ട് വരിക കേട്ടോ. എന്നാലും കുറച്ച് സമയത്തിന് ആ ഒരു പെയിൻ നന്നായിട്ടുണ്ടാവും. അത് അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉരുള കയറിയിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു പെയിൻ എന്നുള്ളത്. നമ്മുടെ ഉറക്കമൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി നീക്കും. പക്ഷെ എനിക്ക് ചാടി നീക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചൊക്കെ വേദന സഹിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ രാവിലെ എണീക്കാറ് കേട്ടോ. പിന്നെ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കൂടി വരികയാണ്. അപ്പോൾ അത് നമ്മുടെ കാലിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണല്ലോ. എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും നിൻകുട്ടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. കാരണം സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പുതിയതാണ്. അപ്പോൾ ഈ ഒരു വജീനൽ പെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ കോൺട്രാക്ഷൻസ് ആണെങ്കിലും എല്ലാം ഉരുള കയറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയതാണ് കേട്ടോ. നിൽക്കുട്ടിനുള്ള സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് നമ്മൾ കുറേ സമയങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ കാല് നന്നായിട്ട് വേദനിക്കും. കാലിൻ്റെ വണ്ണ ഉണ്ടല്ലോ ആ ഭാഗത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെലിവറി ടൈമൊക്കെ അടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് പിന്നെ തായ്ലൻഡ് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സമാധാനമാണ് ഇപ്പോൾ. കാരണം നമുക്കൊരു ക്ഷീണം തോന്നുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു റിലാക്സ് അല്ലേ. അപ്പം അങ്ങനെ അപ്പം അതൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് ഈ ഒരു 8 months സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, പ്രോബ്ലംസ്. അതായത് 8 months തുടങ്ങുമ്പോൾ നമ്മുടെ 3rd trimester ആണ്, നമ്മുടെ ഡെലിവറി അടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ളൊരു തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടുപ്പ് വേദന അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഉറക്കം ഇല്ല രാത്രി. ഞാനിപ്പോൾ എത്ര നേരത്തെ കറന്നു കഴിഞ്ഞാലും ഒരു 2-3 മണിയാവും. പുലർച്ചെ 2-3 മണിക്കാണ് നന്നായിട്ടൊന്ന് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് വരുന്നത് കേട്ടോ. അത്രയും നേരം ഒരു ഉറക്കവുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഉറക്കം വന്ന സമയത്ത് ഇപ്പോൾ ബേബി ഭയങ്കര ചവിട്ടലൊക്കെയാണ്. ആ ചവിട്ടുന്നത് ഇപ്പോൾ നല്ല ശക്തിയിലാണ് ചവിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ താഴോട്ട് ഭയങ്കര പ്രഷർ വരുന്ന രീതിയിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്ഷൻസ് വരുമ്പോൾ അതിൻ്റെ പെയിനും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്താ പറയുക പേടി കൂടി വരികയാണ്. പിന്നെ എന്താണ്, പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഡ്യൂ ഡേറ്റ് ഡെലിവറി ഡേറ്റ് ഏകദേശം നമ്മൾ January 16th 17th ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് 38th വീക്കിൽ C-section ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു 8th monthലത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ
നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ ബേബിയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് സെഫലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും വേഗം വേഗം റെഡിയാക്കി വെക്കണം കേട്ടോ. ബേബിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. ഞാൻ ആക്ച്വലി ഇവിടെ ഡോക്ടറോട്, ഞാൻ വിജയലക്ഷ്മി മെഡിക്കൽ സെൻറ്ററിലാണ് കേട്ടോ കാണിക്കുന്നത്, ഇവിടെ കൊച്ചിയിൽ. അപ്പോൾ ഡോക്ടറോട് ചെന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം നമ്മളിവിടെ ആദ്യമായിട്ടാണ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്ര ദിവസമാണോ നമ്മളുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത്രയും ദിവസം ബേബിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവരവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട, അതായത് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്നാലും ഞാൻ ബേബിക്ക് വേണ്ട സാധനങ്ങൾ ബാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിക്കും. നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അവരവിടുന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബേബിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ച് പാക്ക് ചെയ്യാനുള്ളത്. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വരാനുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ പ്രാവശ്യം പോയപ്പോൾ നമ്മുടെ ഫുൾ ഓപ്പൺ നൈറ്റി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ പാൻറ്റുമാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ സി സെക്ഷൻ ആകുമ്പോൾ ഒരു നൈറ്റി ആണെങ്കിൽ ഫുള്ള് നൈറ്റിയും അതിൻ്റെ അടിയിലുള്ള അണ്ടർ സ്കേർട്ടും എല്ലാം ഒപ്പം പൊക്കേണ്ടി വരുമല്ലോ ഡോക്ടർക്ക് കാണണമെങ്കിൽ. അപ്പോൾ അതിന് പകരം ടോപ്പാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിലേക്ക് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഡോക്ടർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് അത് വാങ്ങിക്കാനുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കാര്യം മാത്രമേ വാങ്ങിക്കാനുള്ളൂ പുറത്തു പോയിട്ട്. അപ്പോൾ അത് വിട്ട് വന്നതിന് ശേഷം വാങ്ങിക്കണം. എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം പെട്ടെന്ന് തന്നെ. കാരണം എപ്പോഴാണ് ഇനി ആവശ്യം വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 8 months സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. എന്നാലും അപ്പോൾ എന്താ എല്ലാം നല്ല രീതിയിൽ നടക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കിയതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.